നിങ്ങളെല്ലാവരും കേട്ടുകയാണ്. ഞാൻ വന്നുടനെ അദ്ദേഹത്തെ നമസ്കരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ആദ്യമായിട്ട് നിങ്ങളിൽ ഓരോരുത്തരോടും പറയേണ്ടത്, യജ്ഞവേദിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് യജ്ഞാചാര്യനെ എല്ലാ അംഗങ്ങൾക്കും പ്രീതിപ്പെടുത്താതെ കയറാൻ പാടില്ല. ആകെ ഒരു ദക്ഷിണ വെച്ചുകൊണ്ട് ചിലർക്ക് സത്യം പറഞ്ഞാൽ ഫലമൂലം ആദ്യ താമ്പൂലം എല്ലാം ചേർത്ത് അദ്ദേഹത്തിന് അനുവാദത്തോടു കൂടി വേണം കയറാൻ. ഇനി അല്ലാണ്ട് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഇത് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് അദ്ദേഹം എന്നോട് വളരെ മുമ്പ് വേറെ ഏതൊരു ദിവസം വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭഗവാന്റെ നിയോഗം പരീക്ഷത്തിന് മോക്ഷം കിട്ടുന്ന നേരത്തെ എനിക്ക് വരാൻ വേണ്ടിയായിരുന്നു. സപ്താഹം അവസാനിച്ച് അദ്ദേഹം മോക്ഷത്തിലെത്തുന്ന സമയത്ത് യജ്ഞാചാര്യനെ നമസ്കരിച്ച് ആ വഴി പോവാൻ സ്വർഗാരോഹണത്തിന് തയ്യാറെടുക്കാൻ വേണ്ടിയുള്ള നിയോഗമാണ് എനിക്ക് തന്നിരിക്കുന്നത്. പരമഭാഗ്യമായി കരുതുന്നു. ഹന്തഭാഗ്യം ജനാന. ഞാൻ ഇപ്പം അദ്ദേഹം എന്നെക്കുറിച്ച് ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു. കേട്ടപ്പോൾ കൊതിയായി. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം തെല്ലൊന്നുമല്ല മനസ്സിലുള്ളത്. കർമ്മയോഗി എന്നൊക്കെ പറയണത് എവിടെ കിടക്കുന്ന ഒരു സങ്കല്പമാണെന്ന് എനിക്ക് ഏകദേശ രൂപമുണ്ട്. ഞാൻ ബഹുദൂരം ആകെ നമ്മൾ തമ്മിലൊരു വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാനുള്ളത്, എത്ര ദൂരമുണ്ടെന്ന് ഏകദേശം ഒരു ധാരണ എനിക്കുണ്ട്. നിങ്ങൾക്കതുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ ദൂരം സഞ്ചരിക്കാനുള്ളൊരു പന്ഥാവിലൂടെയാണ് പോണത്. ജനകനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കർമ്മയോഗിയായിരുന്നു. ആദ്യത്തെ ഭാഗവതാചാര്യൻ ജനകൻ്റെ അടുത്ത് ബ്രഹ്മജ്ഞാനം അന്വേഷിച്ച് പോയിന്നൊരു കഥയുണ്ട്. അപ്പം ജനക മഹാരാജാവ്, ജനകനെ കുറിച്ച് നമുക്കറിയാവുന്ന എങ്ങനെയാണ്? സീതയുടെ അച്ഛൻ. അത്രയേ ഉള്ളൂ. സീതയുടെ അച്ഛൻ. ഈ മക്കളുടെ പേരിൽ അറിയപ്പെടുന്ന മാതാപിതാക്കളുടെ ശ്രേണിയിലൊരു പക്ഷേ ഏറ്റവും വലിയ മഹാനായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹമായിരുന്നിരിക്കാം. ഇപ്പം എൻ്റെ മകൾ വലിയ കരാട്ടേക്കാരിയൊക്കെയാണ്. അപ്പോൾ അവളുടെ കരാട്ടെ ടൂർണമെൻറ്റ് പോകുന്നിടത്തുനിന്ന് പലരും പറയും കല്യാണിയുടെ അച്ഛൻ. അതുപോലെ ജനകനെക്കുറിച്ച് നമുക്കറിയാവുന്ന സീതയുടെ അച്ഛൻ. പക്ഷെ ഞാൻ ഈ എൻ്റെ അടുത്ത് കല്യാണിയുടെ അച്ഛൻ എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നൊരു വാക്കുണ്ട്. എനിക്ക് വേറെയും ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ ജനക മഹാരാജാവ് സ്ഥിതപ്രജ്ഞൻ. സ്ഥിതപ്രജ്ഞൻ ആരാണ്? സ്ഥിതപ്രജ്ഞസ്യ ഭാഷ സമാധിസ്തസ്യ കേശവ. സ്ഥിതപ്രജ്ഞൻ്റെ ഭാഷ സമാധിയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനമഹാരാജാവ് അമ്പെയ്യുമ്പോൾ പോലും അദ്ദേഹം സമാധിവസ്ഥയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ കർമ്മയോഗി. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ശുഗമഹർഷി പണ്ട് ചെന്നു. ശുഗനൊരു പ്രത്യേകതയുണ്ട്, നൂൽബന്ധമില്ല. കാരണം എന്താണ്? അഹംബോധമില്ല, ഭേദബുദ്ധിയില്ല. ഞാൻ എന്താണെന്നോ ഞാൻ ആരാണെന്നോ എൻ്റെ ശരീരം എൻ്റെത് എന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് ഈ പ്രപഞ്ചം മുഴുവനാണുള്ളത്. എങ്ങനെ? ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്നത് പോലെ, അഹം വികൽപ്പൈർഹമേവ കേവലം മൈസ്ഥിതം വിശ്വമിതം ചരാചരം ഇതം രഹസ്യം മമേന ദർശിതം സവന്തനീയോ. അവിടെയും ഗുരുവുണ്ട്. ആ സവന്തനീയോ ഗുരുരേവ കേവലം. അഹം വികൽപ്പം. എനിക്ക് മുറിവുകളില്ല. ഞാൻ നിരന്തരമാണ്. ഞാൻ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ബ്രഹ്മമാകുന്നു. അഹം വൈരവകേ മാത്രമേ ഉള്ളൂ. വേറെ മൈസ്ഥിതം വിശ്വമിതം ചര. ഈ വിശ്വതരങ്ങൾ മുന്നിൽ നിലനിൽക്കുന്നു. ഞാൻ വേറെ ആരും ഇല്ല എന്നൊക്കെ ഞാൻ അവസാനം സവന്തരി ഗുരുരേവകേ. അതിന് ഞാൻ എൻ്റെ ഗുരു എന്നു ആണ് പറഞ്ഞിരിക്കുന്നത്. ശുഗമഹർഷി ബ്രഹ്മജ്ഞാനം നടത്താണ്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ല, ഭേദമില്ല, ദേഹം ഒന്നുമില്ല. മനോബുദ്ധി അഹങ്കാര ചിത്ത. ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തവുമല്ല എന്ന അവസ്ഥയിൽ നടക്കുന്ന ശുഗൻ ചെന്ന് ജനകമഹാരാജോട് ചോദിക്കാൻ പോവുകയാണ്. പോകുമ്പോൾ എന്താ കാണണമെന്നറിയോ? ഒരു ശിവലിംഗത്തിൽ കാല് പണച്ച് വെച്ചിരിക്കുന്നു. ആര്? ജനകൻ. തല വെച്ചിരിക്കുന്ന ഒരു വിഷ്ണുവിൻ്റെ വിഗ്രഹത്തിലാണ്. സ്ഥലം തെറ്റിപ്പോയി. ഈശ്വരനെ ഇത്ര കണ്ട് നിന്ദിക്കുന്ന ഒരാളെടുത്താണല്ലോ ഞാൻ ബ്രഹ്മജ്ഞാനം അന്വേഷിച്ച് ചെന്നതുകൊണ്ട് ശുഗൻ തിരിച്ചണക്കാണ്. മയങ്ങിക്കിടക്കുന്ന ജനകൻ പറയുന്നു, ആരാണ്? എങ്ങടാ പോണേ? എന്താ വിശേഷം? ഇല്ല, ഞാൻ വന്ന് തെറ്റിപ്പോയി. അപ്പം ജനകൻ ചോദിക്കുന്നു, ഞാൻ ഭഗവാന്റെ മുകളിൽ കാലെടുത്ത് വെച്ചതാണ് താങ്കളുടെ അനിഷ്ടമെങ്കിൽ, നീരസമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അതെടുത്ത് ഭഗവാൻ ഇല്ലാത്തടത്തേക്ക് വയ്ക്കുക. ജനകനെ നമസ്കരിക്കുകയാണ്. പിന്നെ ശുഗൻ ചെയ്ത് ഇവിടെ കൊണ്ടുവെക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അഹം വികൽപ്പൈർഹമേ. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നുള്ള സങ്കല്പത്തിൽ നിരന്തരം ജീവിച്ചിരുന്ന ശുഗൻ്റെ ഗുരുസ്ഥാനീയനാണ് ആര്? ജനകൻ. ആ ജനകനെയാണ് ഞാനൊരു കർമ്മയോഗി എന്ന് അദ്ദേഹം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്നൊരു ചിത്രം ജനക മഹാരാജാവിൻ്റെയാണ്. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ എന്താ പറയുക, ഏറ്റുമാനൂർ പോയി 7.5 പൊന്നാന ദർശനത്തിന് പോകാറുണ്ട്. 33 കോടി ദൈവങ്ങളും വന്നിരിക്കണം, മഹർഷിമാരൊക്കെ ഉണ്ട് ഇത്ര അവിടെ ആ നേരത്ത്. അപ്പോൾ ഉള്ള പ്രശ്നം എന്താ അറിയോ?
അപ്പം നമ്മളും ചെന്ന് ഒപ്പം നിൽക്കുക. ആരുടെ മഹർഷിമാരുടെ ഒപ്പം. അപ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ പോയി നിൽക്കുന്നതിന് മുമ്പ് എല്ലാവരോടും അപേക്ഷിക്കണം എന്നാണ് ശാസ്ത്രം. ഇപ്പം യജ്ഞാചാര്യൻ അനുവാദം ഞാൻ ചോദിച്ചു എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരോടും. ഇപ്പം ഞാൻ അവിടെ ചെന്ന് എനിക്ക് പരിചയമുള്ള ഒരാളായിരുന്നു. ദിവസവും രാവിലെ രുദ്രവും ചമകവും ഒക്കെ ചൊല്ലും. അവിടെ പോയിരുന്നില്ല, നമസ്കാരം മണ്ഡപത്തിൽ കയറുന്നില്ല ചൊല്ലുക. ഇപ്പം രുദ്രം ചൊല്ലുന്ന ചമകം ആദ്യം ചൊല്ലിയത് ആരാന്നറിയോ? രുദ്രമേ പ്രയത്നമേ എന്താ മേ 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 എന്നാണ് എല്ലാം അവസാനിക്കണം. എന്താ കാര്യം? ഈ ദക്ഷിണ തല വെച്ച് കൊടുത്തേ, ആടിൻ്റെ തല. അത് കഴിഞ്ഞപ്പോൾ ശിവനെ ആദ്യമായിട്ട് സ്തുതിക്കാൻ നോക്കുമ്പോൾ മേ എന്നല്ലാണ്ട് വേറൊന്നും വരില്ല, ആടല്ലേ ഭാവം. ആ സ്തുതിച്ച സ്തുതി കൂടിയിരുന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ ഡിക്ലറേഷൻ എന്താണെന്ന് അറിയാം? ഭഗവാന്റെ അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ദക്ഷ പ്രജാപതിയോടെ ഞാൻ പറയണത് എന്താ പറയണത്? നിങ്ങളും ചമകം ചൊല്ലി ഞാനും ചൊല്ലുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ഈക്വൽസ്. പക്ഷെ അങ്ങനെയല്ല. അപ്പം നമ്മൾ ചെന്ന് നമ്മൾ പലരുടെയും സങ്കല്പം ആഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? വലിയ വലിയ മന്ത്രങ്ങൾ ചൊല്ലുക. ഒരാൾ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, ശരഭമന്ത്രം ചൊല്ലിയാൽ എന്താ കുഴപ്പം? ശരഭം എന്താണ് അറിയാവോ? ഈ നരസിംഹമൂർത്തി ഈ എല്ലാ അവതാരങ്ങൾക്കും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. അപ്പം നരസിംഹം അവതരിച്ചു, നരസിംഹം ഹിരണ്യകശിപുവിനെ കൊന്നു, എല്ലാം കഴിഞ്ഞു, ഗംഭീരായി, പ്രഹ്ലാദന് അനുഗ്രഹം കൊടുത്തു. പിന്നെ നരസിംഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. അപ്പം ഇങ്ങനെയുള്ള അനന്തമായ ചൈതന്യം ഭൂമിയിൽ അനിയന്ത്രിതമായി പുറപ്പെട്ടു പോകുമ്പോൾ പ്രായം ചെന്നു നരസിംഹത്തിന് ബോധവും ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെന്താ ഉണ്ടായത്? യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ നശിപ്പിക്കുക, ആരെങ്കിലും കണ്ട ഉപദ്രവിക്കുക, കാടില്ലാണ്ടാക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പം എല്ലാവരും വശം കെട്ടിട്ട് പരമശിവനെ ശരണം പ്രാപിച്ചു. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒരു ഉപദ്രവം ഇല്ലാണ്ടാക്കണം. അദ്ദേഹം ശരഭപക്ഷി എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. ചിറകുള്ളതുകൊണ്ട് നമ്മൾ ചിറകുള്ളെല്ലാത്തിനും നമ്മൾ പക്ഷി എന്ന് പറയുമല്ലോ. കോഴിയടക്കം നമ്മൾ പക്ഷി എന്ന് പറയും. അതുകൊണ്ട് ശരഭം എന്ന് പറഞ്ഞാൽ വലിയൊരു വ്യാളി രൂപത്തിലുള്ള ഒരു പക്ഷി. ആ പക്ഷി പറന്ന് വന്ന് ഈ നരസിംഹമൂർത്തിയെ എങ്ങോട്ടും എടുത്തുകൊണ്ട് പോയി എന്നാണ് ആചാര്യൻ. ഞാൻ തെറ്റ് പറഞ്ഞാൽ തിരുത്തണം കേട്ടോ. പോലീസുകാർക്ക് തെറ്റ് പറ്റിക്കൂടെ? അപ്പോൾ ആ ശരഭം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശക്തമായ ഒരു സങ്കല്പമാണ്. അതിനപ്പുറത്തേക്ക് ശക്തിയുള്ളൊരു സങ്കല്പം ഇല്ല ഈ പ്രപഞ്ചത്തിൽ. ആ മന്ത്രം ഒന്ന് ജപിച്ചാൽ എന്താ സാറേ കുഴപ്പം? ഞാൻ പറഞ്ഞ ശരഭത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ കാര്യം കണ്ടറിയേണ്ടി വരും. നമ്മൾ നാരായണ, കൃഷ്ണ, വാസുദേവ എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഭഗവൻ നാമങ്ങൾ ഉച്ചരിച്ച് കരഞ്ഞ് ഭഗവാനെ വിളിച്ചാൽ മതി. കലിയുഗത്തിൽ ശ്രേഷ്ഠമായ മന്ത്രങ്ങൾ ഇങ്ങനെ ജപിക്കുക. അത് ഇവിടെ ഇപ്പം ആരെങ്കിലും കേൾക്കുമോ? ഈ ഉച്ചപൂജയ്ക്ക് തൊഴാൻ പോണ ഇവിടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് സ്ത്രീകളുണ്ട്, ഞാൻ സ്ഥിരം കാണാറുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ആ കൂട്ടത്തിലുള്ളവരുണ്ടെങ്കിൽ ഞാൻ കളിയാക്കുകയെന്ന് കരുതരുത്. അവരൊരു നാമജപത്തിന് നല്ല പ്രത്യേകതകളാണ്, രസകരമാണ് കേൾക്കാൻ. നമ്മളവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഇടതാഴിയിൽ ഇങ്ങനെ ആയിട്ട് കയറുമ്പോൾ ഭഗവാനെ കാണാൻ കയറുന്ന വഴിക്ക് നാരായണ 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 ഇന്നലെ നിന്നെ കണ്ടില്ലല്ലോ, നാരായണ 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 നാരായണ. ഞാൻ ഇന്നലെ കല്യാണത്തിന് വരും, നാരായണ 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 നാരായണ. മഞ്ചേരി നാരായണക്കുട്ടിയുടെ കല്യാണം നിശ്ചയിച്ചു, നാരായണ നാരായണ നാരായണ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതിപ്പോൾ നിങ്ങൾ ചിരിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ പലരും ഇതിന് ഭാഗവാക്കുകളും ആവാം, ഇതിന് വശംബദരാകാം, ഇത് കേട്ടിട്ടുണ്ടാവാം, ഇതിന് സാക്ഷികളാവാം. ക്ഷേത്ര ദർശനം അങ്ങനെയല്ല വേണ്ടത്. നാരായണ എന്ന് പറയുമ്പോഴല്ലോ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യം. നേരത്തെ അദ്ദേഹം പറഞ്ഞ് ഉള്ളിലിരിക്കുന്ന മുകുന്ദനെ പുറത്ത് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് വെക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മളുടെ അഹംബോധം മാറി നമ്മൾ പ്രപഞ്ചമായി മാറുന്ന പരബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി എന്ന് പറയുന്ന ബ്രഹ്മസൂത്രവാക്യങ്ങളുടെ സമാനമായ മാനസികാവസ്ഥ. ഇതൊക്കെ പറയാനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയും. ഭാഷ ഇതിന് വളരെ അപര്യാപ്തം. മനോബുദ്ധി, ഞാൻ നേരത്തെ നിർവാണാഷ്ടകത്തിലെ ആദ്യത്തെ വരിയല്ലേ, മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം. ഞാൻ മനസ്സും ബുദ്ധി അഹങ്കാരം ഒന്നും അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ മനസ്സുകൊണ്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഭാഷ കൊണ്ട് എങ്ങനെ ഇതിനെ വർണ്ണിക്കാൻ സാധിക്കില്ല. അപ്പോൾ വർണ്ണിക്കരുത്. ഉപ്പ് പാവ കടലളക്കാൻ പോയ പോലെ എന്നാണ് ശ്രീരാമകൃഷ്ണ പരമാവധർ പറഞ്ഞിരിക്കുന്നത്. ഉപ്പ് പാവയെ നമ്മൾ കടലിൻ്റെ ആഴളക്കാൻ പറ്റാണ്ടാവുക. അത് കടലിൽ അലിഞ്ഞ് ചേരും, അത് കടലായി മാറും.
ആ കടലായി മാറുന്ന അവസ്ഥ, ഞാനും ഭഗവാനും ഭിന്നരല്ല എന്ന് തിരിച്ചറിയുന്ന അവസ്ഥ, അദ്വൈതാവസ്ഥയിലേക്ക് നീങ്ങുന്ന ആ പ്രക്രിയയെ അനുവർത്തിക്കാനായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. ക്ഷേത്ര ദർശനം നടത്തുന്നതിനാ. ക്ഷേത്രം ദേവാലയമാണോ? എന്താ അഭിപ്രായം? ദേവാലയമാണോ? ദേവൻ്റെ ആലയമാണ്. നമ്മുടെ ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ ഏറ്റവും വലിയ ചുതി എന്താണെന്നറിയോ? ഈ ചെയ്യണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് എന്തിനു ചെയ്യണമെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലം 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 ഒന്നും അറിയില്ല. എന്തിനാ ക്ഷേത്രത്തിൽ പോകണമെന്ന് ചോദിച്ചാൽ എന്താ മറുപടി? എന്തിനാ ക്ഷേത്രത്തിൽ പോണത്? ദൈവത്തെ കാണാൻ അല്ലേ? ആണ്. ദൈവത്തെ കാണാൻ ആരെങ്കിലും ക്ഷേത്രത്തിൽ, സർവ്വവ്യാപിയായിട്ടിരിക്കുന്ന ഈശ്വരനെ കാണാൻ നിങ്ങൾ എന്തിനാ ക്ഷേത്രത്തിൽ പോണേ? നിങ്ങൾ പോകുന്ന മലമൂത്ര വിസർജനം നടത്തുന്ന ടോയ്ലറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശുചിമുറിയിലുള്ള ഭഗവാൻ തന്നെയാണ് ക്ഷേത്രത്തിൽ ഇരിക്കണേ. സർവ്വവ്യാപിയാണ്. പിന്നെ എന്ത് ഈ കാണാൻ പോണേ? എന്താ? ആരെയാ കാണാൻ പോണേ? ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷയാത്രായതീതി, ക്ഷയത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്ന എന്തോ ഒരു സാധനമാണത്രേ. അപ്പം അതെന്താ സാധനം? ആ സാധനം എന്താന്ന് വെച്ചാൽ ദേവാലയമല്ല. ദേവാലയം എന്ന് പറഞ്ഞത് ഒരു സെമറ്റിക് സങ്കല്പമാണ്. സെമറ്റിക് സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുസ്തകം മാത്രം ആശ്രയിച്ചിട്ടുള്ള ഒരുപാട് മതങ്ങൾ ഈ ലോകത്തുണ്ട്. അതൊന്നും ശരിയോ തെറ്റോ നല്ല കേട്ടോ ഞാൻ പറയണത്. ഞാൻ അതല്ല പറയണത്. ഇതിൽ നിന്നുള്ള വ്യത്യാസം എന്തെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് വ്യത്യാസമുള്ളത്. ഇപ്പോൾ ഒരു പുസ്തകത്തിനെ ആശ്രയിക്കുന്നത്, ഇപ്പോൾ ശ്രീമദ് ഭാഗവത പുരാണം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് ഈ പുസ്തകമുണ്ട്. ഇത് മതിയോ നമുക്ക്? ഇതാണോ ഉള്ളത്? അല്ല, ഇനി വേറെ ഇടത്ത രാമായണം ഉണ്ടോ? ഉണ്ടല്ലോ. ആ ശരി. അപ്പോൾ പിന്നെ വേറെ ഇനി എന്തൊക്കെയാണുള്ളത്? ഇനി ഭഗവത്ഗീതയുണ്ട്. ഓ അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു സാധനം. എന്താ സാധനം? ഒരാളോട് നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എത്ര പുസ്തകങ്ങളുടെ കാര്യം പറയണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവത്ഗീതയുണ്ട്. ഓ അതാണോ ഒരൊറ്റ ഗീത? ഓ അല്ലല്ല, വേറെ ഗീതകളുണ്ട്. അതേതൊക്കെയാ? ഉദ്ധവ ഗീത. ഓ അതാരാ അത്? അഷ്ടാവക്ര ഗീത. അതെന്താ അത്? പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ കിടക്കുകയാണ്, സമുദ്രം പോലെ കിടക്കല്ലേ. എത്ര പുസ്തകങ്ങൾ വേണം നിങ്ങൾക്ക്? ഒരു പുസ്തകത്തെ ആശ്രയിച്ചല്ല നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ. ചാർവാകനം ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ. ചാർവാകൻ ആരായിരുന്നു എന്നറിയോ? ഈശ്വരനില്ല, ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനില്ല എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ആശയ സംഹിതയുടെ പ്രയോക്താവാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് സ്ഥാനമുണ്ട്. ഇനി ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു, എന്തിനാണ് ക്ഷേത്രം ക്ഷയാത്രായതേ? നേരത്തെ പറഞ്ഞു, മനസ്സിലായി. ശരി, എങ്ങനെയാണ് നമ്മൾ ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കണേ? അതിനെന്താ വഴി? ദേവനെ കാണാനാണെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്തിട്ട് പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട്. തൊട്ടടുത്ത് പാർത്ഥസാരഥി. അവിടെ കൃഷ്ണനല്ലേ? ഓ ഇവിടെയും കൃഷ്ണനല്ലേ? നിങ്ങൾ എത്ര പേരിന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്? എത്ര പേര് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയി? ഞാൻ പോയിട്ടില്ല. 1 2 3 4 5 6 7 8 9 കഴിഞ്ഞു 10. എന്താ ഇവിടെയും കൃഷ്ണൻ അവിടെയും കൃഷ്ണനല്ലേ? അവിടുത്തെ കൃഷ്ണനെ കണ്ടാൽ പറ്റില്ലേ നിങ്ങൾക്ക്? എന്തിനാ ഇവിടെ തന്നെ വരണേ? ഗുരുവായൂർ തന്നെ വരണേ എന്തിനാ? ഞാൻ ഈ കിടക്കഥ നിർത്തി ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ദേവാലയങ്ങളിൽ ദേവനുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ there is something called sacred and profane. ദിവ്യമെന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യകൽപ്പിതമായ കുറേ സാധനങ്ങളും ദിവ്യമല്ലാത്ത കുറേയുമുണ്ട് ദേവാലയത്തിൽ. ക്ഷേത്രത്തിലോ? ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ശരീരം. ക്ഷേത്രജ്ഞപാലിനി. ലളിതാസഹസ്രം എന്നാണ് ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പാലിക്കുന്നവളാരോ? അതാണ് ഭഗവതി അമ്മ. അപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ, നമ്മുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഗുരുവിൻ്റെയും ബൃഹസ്പതിയുടെയും വായു ഭഗവാന്റെയും സൂക്ഷ്മ ശരീരത്തിനകത്തൂടെ കയറി നടക്കുകയാണ്. മനസ്സിലാവുണ്ടോ? അതെന്തിനങ്ങനെ നടക്കണേ? നമ്മളെക്കാളും ശ്രേഷ്ഠരായവരെ ഇദ്ദേഹത്തിന് കുറേ കാലം കഴിഞ്ഞ് സമാധി ആവണം തീരുമാനമായി. ഇരിക്കട്ടെ, ആവാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം നമുക്ക് ചില സ്വാർത്ഥതകളുണ്ടല്ലോ. ആചാര്യന്മാർ കൂടി ഉണ്ടാവണം. ആചരിച്ച് കാണിച്ചു തരുന്നവരാണ് ആചാര്യന്മാർ. അവർ കൂടെ ഉണ്ടായാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അത് കഴിഞ്ഞാൽ അവരെ പ്രിസർവ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അന്ന് നമ്മുടെ മഹാമനീഷികളായിട്ടുള്ള ഋഷിമാർ കണ്ടുപിടിച്ച വഴിയാണ് ക്ഷേത്രം. അവരുടെ പ്രാണനെ അവർ ആവാഹിച്ച് പ്രതിഷ്ഠിച്ചു. അതിന് നമ്മളെന്ത് കൊടുത്തു? പേര് പ്രാണപ്രതിഷ്ഠ. അത് കൊടുത്തു. അപ്പോൾ പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ക്ഷേത്രം സ്ഥാപിച്ച് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവണം എന്താണെന്നറിയോ? പിന്നെ നമ്മൾ അവിടെ പോയി കാണുന്നത് ഭഗവാന്റെ രൂപമാണെങ്കിലും
ഭഗവാനെയാണ് കാണുന്നതെങ്കിലും നടക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ കൂടിയാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ജീവിത രീതി എന്താണോ, എങ്ങനെയാണോ ജീവിച്ചിരുന്നത്, ആ സ്വഭാവമാവും ആ ക്ഷേത്രത്തിന്. വേണ്ട, ഗുരുവായൂർ വരുന്ന കിട്ടുന്ന കുഞ്ഞി കൃഷ്ണനെ കിട്ടുന്ന അനുഭൂതിയാണോ നിങ്ങൾക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കിട്ടണേ? എന്താ വ്യത്യാസം? പ്രതിഷ്ഠാകർത്താവിൻ്റെ വ്യത്യാസം. അതിന് ഭഗവാന്റെ പല രൂപത്തിലുള്ള സങ്കല്പത്തിൽ നിങ്ങൾക്ക് ആരാധിക്കാനുള്ള സമ്പ്രദായം അവിടെ ഒരുക്കി തന്നിരിക്കും. എന്തിനാ ആരാധിക്കണേ? ആരാധനയിലൂടെ ഏകാഗ്രത വർദ്ധിക്കുന്നു. അപ്പം നമ്മൾ നാരായണൻകുട്ടിയുടെ കല്യാണത്തെക്കുറിച്ച് നമ്മൾ എവിടുന്ന് പറയണം? ഇവിടുന്ന് പറഞ്ഞിട്ട് അകത്ത് കയറാം. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പുറത്ത് പറഞ്ഞോളൂ. അകത്ത് കയറിയാൽ നാരായണ ജപിക്കുക, വേറെ ഒന്നും വേണ്ട. ആ ജപം. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ടോ, ക്ഷേത്രത്തിൽ പോകുന്ന ഒരുപാട് പേരെ കൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പലർക്കും. എന്താ ബുദ്ധിമുട്ടെന്നറിയോ? ഉറക്കിയ ജപം. നമ്മൾ ഞാൻ എടപ്പള്ളി താമസിക്കുന്ന തൊട്ടടുത്തൊരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അവിടെ പോയിട്ട് സ്വൈരമായിട്ട് നമ്മളൊന്ന് ജപിക്കാതെ വിചാരിക്കുമ്പോൾ ആ തൊട്ടപ്പുറത്തിരുന്ന ഒരാൾ ശ്രീമാതാ ശ്രീ മഹാരാജി ശ്രീമദ്സിംഹാസനേശ്വരി ഭഗവതി കേട്ടറിഞ്ഞ് ഓടിപ്പോവും. എന്താ ഉദ്ദേശം? നിങ്ങൾക്ക് മാത്രം ജപിച്ചാൽ മതിയോ? പോരാ. അവിടെ വരുന്ന ഓരോരുത്തർക്കും ജപിക്കാനുള്ള സൗകര്യം വേണം. മാനസജപം. വൈകുണ്ഠത്തിൽ പോകുമ്പോൾ വൈകുണ്ഠ ദർശനത്തിനെ കുറിച്ച് ഒരു കഥയുണ്ട്. അവിടെ ജയവിജയന്മാരാണ് എല്ലാവരും നിയന്ത്രിക്കണേ. അപ്പം സാക്ഷാൽ സൂര്യഭഗവാൻ എഴുന്നള്ളിയിട്ട് ഭഗവാനെ കാണാൻ നേരത്ത് ഉറക്ക നാരായണാന്ന് ചോദിച്ചു വന്ന് ജയവിജയന്മാർ ശാസിക്കേണ്ടത്രേ. ഉണ്ടരുത്, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ പറയുക, നമ്മളിവിടെ ഈ കാണുന്ന ഈ ദേവസ്ഥൻ്റെ ആൾക്കാരൊക്കെ നമ്മൾ ചീത്ത പറയില്ലേ ഇടയ്ക്കിടയ്ക്ക്, അങ്ങോട്ട് മാറി അങ്ങോട്ട് വരാം. ഇത് അനാദി കാലത്തൊട്ട് വൈകുണ്ഠത്തിലോട്ട് ഇത്രേ. ഇവര് ജയവിജയന്മാരുടെ പ്രതീകാത്മകമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവരെ കാണുമ്പോൾ വണങ്ങുക. കാരണം എന്താ പറയുക, ഭഗവാനെ നിരന്തരം കണ്ടുകൊടുക്കണവരല്ലേ. ഇന്ന് ഞാൻ തൊഴുതുകൊണ്ടിരുന്നപ്പോൾ കുറച്ചേറെ നേരം നിന്ന് തൊഴുതു. ഭഗവാനെ കണ്ടങ്ങോട്ട് പോരാനൊരു മനസ്സ് വരില്ലല്ലോ, നിങ്ങൾക്കായാലും അതെ. അപ്പോൾ പരമാവധി എല്ലാവരും ഒഴിഞ്ഞ് നട അടയ്ക്കാൻ നേരത്താണ് എന്നെ കയറ്റിയത്. അപ്പോൾ ഞാൻ ചെന്ന് അവിടെ നടയിൽ നിന്നിട്ട് പിന്നെ അങ്ങോട്ട് പോരുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. കുറേ നേരം അവർ സഹിച്ചു. അത് കഴിഞ്ഞപ്പോൾ വന്ന് വളരെ ഭവ്യതയോടുകൂടി പറഞ്ഞു, സാർ നേദ്യത്തിന് നേരമായി. അത് നമ്മൾ ആ വാചകം നമ്മൾ എങ്ങനെ കേൾക്കണം, എങ്ങനെ ശ്രമിക്കണം? ഗുരുവായൂരപ്പം പറയണം, മതി നീ പൊയ്ക്കോ, നീ സാമാന്യത്തിൽ കൂടുതലായില്ലേ, ബാക്കി എത്ര പേര് അവിടെ നിൽക്കണേ, നിനക്ക് എന്താ രണ്ട് കൊമ്പുണ്ടോ എന്ന് ഭഗവാൻ ചോദിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ ക്ഷേത്രത്തിനകത്തോ ക്ഷേത്ര പരിസരത്തോ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ക്ഷേത്രപ്രതിഷ്ഠാകർത്താവായ ആ മഹാത്മാവിൻ്റെ സൂക്ഷ്മ ശരീരം നമ്മളോട് സംവദിക്കാനായിട്ട് ഒരുപാട് ഉപാധികളെ വെച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ ആരാണ്? ഈ ക്ഷേത്രദ്വാരപാലകന്മാർ. മനസ്സിലായില്ലേ? ഇപ്പം ഞാനിപ്പം എന്നെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ശബരിമലയിൽ എന്തോ കേമത്തൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞു. കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഭഗവാനെ സമർപ്പിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് രാവിലെ പോയി പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ പോയി പറയും, ഇവിടെ എന്തെങ്കിലും ഒരു മോശം ഉണ്ടായാലും ആർക്കാ എൻ്റെ മോശം? ആർക്കാ? എനിക്ക്? നിനക്ക്? അതുകൊണ്ട് വേണമെങ്കിൽ നോക്കിക്കോളുക. മനസ്സിലായില്ലേ? നീ ശസ്ത്രധാരിയായിട്ട് വന്ന് നിന്ന് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക. അതിനുപാധിയായിട്ട് എന്നെ നിർത്തിക്കോ, എനിക്ക് സന്തോഷമാണ്, ഞാൻ നിൻ്റെ ദ്വാരപാലകനല്ലേ. അപ്പം എന്താ ഉണ്ടായെന്നറിയോ? ഭഗവാൻ നിന്ന് നടത്തി. എന്നിട്ട് അദ്ദേഹത്തിന് എന്നോട് കാരുണ്യൊക്കെ തോന്നിയപ്പോൾ, നീ കുറച്ച് പേരൊക്കെ എടുത്തോ, എല്ലാവരും നിന്നെ പുകഴ്ത്തിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അതാണിപ്പോൾ നടന്നത്. യഥാർത്ഥത്തിൽ കർത്താവ് എന്ന് പറയുന്നത് ഭഗവാനാണ്. കർത്തൃത്വബോധം ഈ നമ്മൾ എങ്ങനെ ഏത് തരത്തിലുള്ള കർത്തൃത്വബോധം വെടിയണം എന്നുള്ളത് ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്. മാനാപമാനയോ സ്തുല്യോ സ്തുല്യോ മിത്രാരി പക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സമുച്ചിത്. ആദ്യത്തെ രണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മാനാപമാനയോ സ്തുല്യ, മാനവും അവമാനവും തുല്യമായിരിക്കണം. ആണോ? അല്ല. അപ്പം എന്നെ പുകഴ്ത്തിയപ്പോൾ എനിക്ക് സന്തോഷമായി. എന്നാൽ ആ സമയം ഇവിടെ വന്നിട്ട് പറയണം ഇയാളാണ് ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ടവെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമവും. പക്ഷേ ഭഗവാനിൽ മനസ്സുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വിഷമമില്ല എന്നാ. മാനാപമാനയോ സ്തുല്യോ സ്തുല്യോ മിത്രാരി പക്ഷയോ, മിത്രങ്ങളും അരികളും ശത്രുക്കളും ഒരുപോലെയാണോ? അല്ല, ആവണം. കാരണം എന്താ? ഞാൻ പണ്ട് എവിടെ നിന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ പണി പോകുമെന്നറിയില്ല, എന്നാലും ഉള്ള കാര്യം പറയണമല്ലോ. ശത്രുക്കളിൽ ചിലരെ എനിക്ക് കൊല്ലണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്, സത്യം പറയുന്നത്. അതുപോലെ നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങൾ ആ പലപ്പോഴും നമ്മുടെ ശത്രുക്കൾ നമ്മളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുക.
നമ്മൾ പ്രത്യേകിച്ച് പോലീസിൽ നമുക്ക് ശമ്പളം തരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് പണ്ട് ഞാൻ പോലീസിൽ ചേരുന്ന നേരത്ത് എൻ്റെ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ചോദിച്ചു, ശ്രീജിത്ത് വാട്ട് ഇസ് എക്സ്പീരിയൻസ് ഇൻ പോലീസിംഗ് അനുഭവ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ക്രൈം, ലോ ആൻഡ് ഓർഡർ, അടിപിടി, ലാത്തി ചാർജ്. അപ്പോൾ അദ്ദേഹം വളരെ ഓമനത്തോടൊരു തെറി പറഞ്ഞു തന്നെ. പോലീസിൽ ഈ മേലുദ്യോഗസ്ഥ കീഴുദ്യോഗസ്ഥരെ സാധാരണ തെറി പറയാറുണ്ട്. അത് ഞങ്ങളൊരു ഭൂഷണമായിട്ട് കൊണ്ട് നടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്കറിയില്ല, സാറ് പറഞ്ഞു തരണം. അപ്പോൾ പറഞ്ഞു, എക്സ്പീരിയൻസ് ഇൻ പോലീസിംഗ് ഇസ് യുവർ കപ്പാസിറ്റി ടു പോക്കറ്റ് ഇൻസൾട്ട്സ്. എന്താണ്? അപമാനങ്ങൾ പോക്കറ്റിലിടാനുള്ള കഴിവ്. അപ്പോൾ നേരത്തെ പറഞ്ഞതായി ഭഗവത്ഗീത വാക്യാനിട്ട് എൻ്റെ സീനിയർ പറഞ്ഞിരുന്നേ, മാന അപമാനയോസ് തുല്യോ. പോലീസിൽ യൂണിഫോം കിട്ടുന്ന വലിയ ഗംഭീരമായിട്ടൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ ബഹുമാനിക്കും. അപ്പോൾ കൊള്ളാം. അത് കഴിഞ്ഞാൽ പറയാൻ എന്താണെന്നറിയോ? അതേ ആൾ ചിലപ്പോൾ പറയും, മഹാകളറാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തനാ, നമ്മൾ ഒരു തെറ്റുകാരുടെ ചെയ്തിട്ടുണ്ടാവില്ല, എന്നാലും പറയും. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ യുവർ കപ്പാസിറ്റി ടു പോക്കറ്റ് ഇൻസൾട്ട്സ് ആൻഡ് കണ്ടിന്യൂ വർക്കിംഗ് വിത്ത് ദ സെയിം ഫെർവർ ആസ് ഇഫ് യു വെർ നെവർ ഇൻസൾട്ടഡ്. നിങ്ങൾ പോക്കറ്റിൽ അവമാനങ്ങൾ മുഴുവൻ വാങ്ങി പോക്കറ്റിലിട്ടിട്ട് നിങ്ങളെ അവമാനിച്ചവനെ വരെ രക്ഷിക്കുന്ന ജോലി നിങ്ങൾ അവമാനിക്കപ്പെടുന്നതിന് മുമ്പ് എത്ര ഔത്സുക്യത്തോടു കൂടി ചെയ്തിരുന്നോ അത് തുറന്ന് ചെയ്യാനായിട്ടുള്ള കെൽപ്പ് നിനക്ക് എന്നുണ്ടാവുന്നോ അന്നാണ് നിനക്ക് പോലീസിൽ അനുഭവ സമ്പത്തുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ എന്നോട് ചോദിച്ചു, മനസ്സിലായോ എന്ന് ചോദിച്ചു. നമ്മൾ മനസ്സിലായി സാർ. പിന്നെയും തെറി പറഞ്ഞു അദ്ദേഹം. ഞാൻ പറഞ്ഞു, ഇനി എന്തിനാണ് സാർ തെറി? അപ്പോൾ പറഞ്ഞു, നീ കള്ളം പറഞ്ഞു എന്നോട്. എന്താ നിനക്ക് മനസ്സിലായിട്ടില്ല? നിനക്ക് മനസ്സിലാവണമെങ്കിൽ സർവീസിൽ കയറി 15 വർഷം കഴിയണം. 15 വർഷം കഴിയുമ്പോൾ നിന്നെക്കുറിച്ച് കേൾക്കുന്ന ആരോപണങ്ങളെല്ലാം കേട്ടതിന് ശേഷവും ഇതൊന്നും എന്നെക്കുറിച്ചല്ല പറഞ്ഞതെന്നുള്ള ഭാവനയോടുകൂടി പറഞ്ഞവനെ രക്ഷിക്കാനായിട്ടുള്ള നിൻ്റെ ഔത്സുക്യം കാണുമ്പോഴേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹത്തിന് തെറ്റി. എനിക്കൊരു 9 വർഷം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. 15 വേണ്ടി വന്നില്ല. ഞാനീ പറഞ്ഞതിൻ്റെ താല്പര്യം, നിങ്ങൾ ഈ മാനാപമാന ഓസ്തുല്യോ മിത്രാരി പക്ഷയോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നും. മനസ്സിലായിട്ടില്ല. മനസ്സിലാവണം എന്തുവേണമെന്നറിയോ? ഭഗവാൻ ഭഗവത് രൂപം മനസ്സിൽ വരുന്ന സമയത്തേ മനസ്സിലാവൂ. ഈ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു, എൻ്റെ ചില ശത്രുക്കളെ എനിക്ക് കൊല്ലണം തോന്നിയിട്ടുണ്ട്. ഞാൻ വളരെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ളൊരു ദൈവജ്ഞനുണ്ട് എനിക്ക്. അതൊരു ജ്യോതിഷിയും കൂടിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറ് ഒരു കാര്യം മനസ്സിലാക്കണം, സാറിൻ്റെ ദുര്യോഗം എനിക്കില്ലല്ലോ, ശരിയല്ലേ? എൻ്റെ ദുര്യോഗമല്ല നിങ്ങൾക്ക്, നിങ്ങളുടെ ദുര്യോഗമല്ല എനിക്ക്. അപ്പോൾ എന്താ സാറിന് ഇങ്ങനെ പ്രത്യേകമായിട്ടൊരു ദുര്യോഗം വരാൻ കാര്യം? എന്തായിരിക്കും കാര്യം? സാറിൻ്റെ കർമ്മഫലം തന്നെയാവില്ലേ? അത് ശരിയാണ്. അപ്പോൾ ആ കർമ്മഫലം അനുഭവിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞയച്ച ഒരാളെ സാറ് ഹനിച്ചാൽ ആ കർമ്മഫലം എവിടെ പോകും? അതനുഭവിപ്പിക്കാൻ ഇനി വേറൊരാൾ വരണ്ടേ? അപ്പോൾ ഈ ശത്രു എന്ന് പറയുന്ന ആള് സാറിൻ്റെ മുമ്പിൽ ശത്രുവായി അവതരിക്കുന്നത് ഭഗവാന്റെ നിയോഗപ്രകാരമാണെന്ന് തിരിച്ചറിയാനുള്ള വിവരം താങ്കൾക്കില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ നന്ദിയോടെ തൊഴുകല്ലേ അങ്ങ് ചെയ്യേണ്ടത് ശത്രുവിനെ? ഞാൻ വിചാരിച്ചു, ശരിയാണല്ലോ, ഇത്രയും കാലം ആത്മജ്ഞാനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഞാൻ എന്തൊരു വിവരം കിട്ടവനാണ്. അന്ന് തൊട്ട് ഞാൻ ശ്രവിക്കാൻ തുടങ്ങി. എന്താ? എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി ഭഗവാനോട് അഭ്യർത്ഥിക്കാൻ. നല്ലത് വരണേ അവർക്ക്. നല്ല മെനക്കെട്ട പണിയാട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നോക്കൂ, ഒരു 3 മാസത്തെ അധ്വാനം കൊണ്ട് ഞാനത് സാധിച്ചു എന്നുള്ളതാണ്. ഒരു മാസം കൂടി കഴിഞ്ഞതിന് ശേഷം ഈ ശത്രുക്കൾ കൊണ്ട് ഇന്ന് വരെ എനിക്കൊരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത്ഭുതകരം. ഞാൻ എൻ്റെ ജീവിതാനുഭവം നിങ്ങളോട് പറയണേ. ഈ അവസ്ഥ എത്തിയപ്പോഴേ എനിക്ക് ഈ ഗീതാവാക്യത്തിന് അർത്ഥം എന്താണെന്ന് മനസ്സിലായിട്ടുള്ളൂ. തുല്യോ മിത്ര ആരി. മിത്രങ്ങളോട് നമുക്ക് നല്ല സ്നേഹമാണ്. എൻ്റെ ഭാര്യയോട് എനിക്ക് വളരെ സ്നേഹമാണ്, മക്കളോട് സ്നേഹമാണ്, എൻ്റെ സുഹൃത്തുക്കളോട് സ്നേഹമാണ്, സംശയമില്ല. അവരെ കാണുന്നതിലും ഭവ്യതയോടുകൂടി വേണം അത്രേ ശത്രുക്കളെ കാണാൻ. കാരണം എന്താ? ഇവർ നിങ്ങളുടെ കർമ്മദോഷം തീർത്തരുന്നില്ല, നിങ്ങളെ സുഖിപ്പിക്കുകയാണ്, സന്തോഷിപ്പിക്കുക. ആര്? ഭാര്യയും കുട്ടികളും കൂട്ടുകാരും മിത്രങ്ങളൊക്കെ. അരികളെന്താ ചെയ്യണത്? ശത്രുക്കൾ വന്ന് നിങ്ങളുടെ കർമ്മഫലം തീർത്തു തരികയാണ്, ഭഗവാന്റെ അടുത്തേക്ക് അടുപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് വൈരം, നിങ്ങൾക്ക് ദേഷ്യമാണോ? എന്താ ഈ പറയണേ? നന്ദി വേണ്ടേ മനുഷ്യ? അതുകൊണ്ടാണ് തുല്യോ മിത്ര ആരി പക്ഷയോ എന്ന് ഭഗവത് ഗീതാ ഭാഷ്യം. ഇത് മനസ്സിലായി കഴിഞ്ഞ് അവസാനം അടുത്ത വരിയാണ് അതിനേക്കാളും ഗംഭീരം. സർവ ആരംഭ പരിത്യാഗി. എല്ലാ ആരംഭങ്ങളും വെടിയണമെന്നാണ് പറയണേ. അതെങ്ങനെയാണപ്പോൾ?
വെടിയാൻ പറ്റുമോ? തുടക്കങ്ങളൊക്കെ വെടിയാൻ പറ്റും. നിങ്ങൾ തുടങ്ങാതെ പറ്റുമോ? ഇപ്പം എന്നോട് ചോദിക്കണം, ഇപ്പോൾ നേരത്തെ ഒരാൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എന്നെ സ്വീകരിച്ച ഇവിടുത്തെ സംഘാടകരിലൊരു മാന്യത എന്നോട് ചോദിച്ചു, സാർ യാത്രയൊക്കെ നന്നായിരുന്നോ? അപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത്, അതെ തിരുവനന്തപുരത്ത് ഇന്നലെ പുറപ്പെട്ടു. ഇന്ന് രാവിലെ എറണാകുളത്തെത്തി, അല്ലെങ്കിൽ ഇന്നലെ രാത്രി എറണാകുളത്തെത്തി, രാവിലെ എറണാകുളത്ത് പുറപ്പെട്ടു, ഇവിടെ എത്തി. അപ്പോൾ നോക്കൂ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു, അല്ലേ? ഞാനല്ലേ പുറപ്പെട്ടത്. അപ്പോൾ കർത്തൃത്വബോധം ആർക്കാ? എനിക്കാ. ഞാനാ ചെയ്തിരിക്കണേ. ഞാൻ തുടങ്ങി യാത്ര, എൻ്റെ ആരംഭം. അതെ, ആരംഭം തിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങി എന്നുള്ള ചിന്ത ഞാനല്ലെന്ന്. പിന്നെ ആരാ? ഭഗവാനാണ്. ഭഗവാൻ സഞ്ചരിക്കുന്നു. അതാണ് അഹംവികൽപ്പൈരഹമേവ കേവലം. ഭദ്രകാളി സങ്കല്പത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുകൊള്ളട്ടെ ഞാൻ. നിങ്ങൾ എല്ലാവരും ഭദ്രകാളി കണ്ടിട്ടുണ്ടല്ലോ. എല്ലാവർക്കും കാളി ഉപാസകനാണെന്ന് സൂക്ഷിക്കണം. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ കാര്യം? രൗദ്രമൂർത്തിയാണ് അത്ര. ആണോ? എന്താ മുണ്ടമാല, പിന്നെ എന്താ അരയിൽ എന്താ ഇട്ടിരിക്കണമെന്ന് പറയാം, പാവാട, കൈകളാണ് കൈ. ആരുടെയൊക്കെയോ കൈ മുറിച്ചിട്ടിരിക്കുകയാണ് ഈ തള്ള. എന്തിനാണാവോ? മനുഷ്യരെ ഉപദ്രവിക്കാനായിട്ട്. നിറച്ച് ചോര, കപാലം, തലയെടുത്ത് കയ്യിൽ വെച്ചിരിക്കണോ ആരുടെയോ. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അമ്മയല്ലേ എന്നാൽ ഒരു ഭാഗത്ത് അമ്മ എന്ന് പറയണമുണ്ട്. ഇതെന്ത് പരിപാടിയാണ്? നോക്കൂ, നിങ്ങളുടെ കർത്തൃത്വബോധം പൂർണ്ണമായി ഇല്ലാതാക്കാനായിട്ട് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഞാൻ എന്നുള്ള ഭാവം, എൻ്റെ തല, ഞാൻ ചിന്തിക്കണത് പോലെ. ഇവിടെ ഈ നിങ്ങളെല്ലാവരും പോയി ഗണപതിക്ക് തേങ്ങ അടിക്കണേ ഇടയ്ക്കിടയ്ക്ക്. തേങ്ങ അടിക്കുമ്പോൾ ഈ തേങ്ങ എൻ്റെ തലയാണ്, എൻ്റെ ഈഗോ ദാ പോണിട്ടേ, ഓ നീ എടുത്തോ ഭഗവാനെ, എനിക്ക് വേണ്ട. ഈ സങ്കല്പത്തോടു കൂടി വേണം. അപ്പോൾ ആ സങ്കല്പത്തിൽ നമ്മൾ ആദ്യം ചെയ്തിരിക്കണം എന്താ? ഭഗവതി, നമ്മുടെ തലയെടുത്ത് കയ്യിൽ പിടിച്ചിരിക്കണം. നിനക്ക് ഈ സ്വന്തമായിട്ടൊരു തല വേണ്ട, എൻ്റെ തല മതി നിനക്ക് എന്നാണ് അമ്മ പറഞ്ഞേക്കണേ. അതാണ് കാളി കഴുത്തറത്ത് പിടിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം, ലക്ഷണം അതാണ്. അത് അതിൻ്റെ നാന്ദിയാകുന്നു. ഇനിയോ എന്തിനാ പാവാട ഈ കൈകൊണ്ട്? നല്ല സിൽക്ക് പാവാടയൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാമല്ലോ. ഈ ചേച്ചി ഈ പാവാട ഇടുള്ളൂ, എന്താ കാര്യം? നമ്മൾ എന്തുകൊണ്ടാണ് കർമ്മം ചെയ്യണേതാ? ഞാൻ ഈ മൊബൈൽ എടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തത് എങ്ങനെയാണ്? എൻ്റെ കൈ കൊണ്ടാണ് എടുത്തേക്കണേ. കർത്തൃത്വബോധം നിനക്ക് വേണ്ട, അത് ഞാൻ എടുത്തോളാം, നിനക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്തോളാം എന്നാണ് അമ്മ പറയണേ. ഒന്ന് സമർപ്പിച്ച് കൊടുക്കണ്ട അമ്മേ. നിങ്ങളെല്ലാവരും സമർപ്പിക്കുക. സമർപ്പിക്കുന്നതനുസരിച്ചിട്ട് ആ കർത്തൃത്വബോധം പൂർണ്ണമായി അമ്മ ഏറ്റെടുക്കും. ആ ഏറ്റെടുത്തിട്ടുണ്ടായി നമ്മുടെയൊക്കെ കൈ മുറിച്ചിട്ട് പാവാടയാക്കിയിട്ട് തുള്ളിക്കളിച്ച് നടക്കുകയാണ്. ആ നർത്തനത്തിൻ്റെ കൂടെ എല്ലാ ആരംഭങ്ങളും ത്യജിച്ച് ഞാൻ തുടങ്ങി എന്നുള്ള സങ്കല്പങ്ങൾ മുഴുവൻ വെടിഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയാണ് ഇതെല്ലാം ചെയ്യുന്നത്, എൻ്റെ ഭഗവാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള സങ്കല്പത്തോടു കൂടി നിങ്ങൾ കൂടെ നടക്കുക, അല്ലെങ്കിൽ അമ്മയായി മാറുക എന്നുള്ളതാണ് കാളി സങ്കല്പം. അങ്ങനെയുള്ള സർവാരംഭ പരിത്യാഗി ഗുണാതീത സമുച്ചിത, അവൻ ഗുണങ്ങൾക്ക് അതീതനാവുന്നു എന്നാണ്. അപ്പോൾ ഈ സങ്കല്പം എല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ. അപ്പോഴേ ഈ ക്ഷേത്രത്തിൽ ഏത് പ്രതിഷ്ഠാകർത്താവിൻ്റെ സൂക്ഷ്മ ശരീരമാണോ, അദ്ദേഹം ഏത് മന്ത്രം ജപിച്ച് ഉപാസിച്ചാണോ ഭഗവാനെ സാക്ഷാത്കരിച്ചത്, ആ മന്ത്രത്തിൻ്റെ ധ്വനി നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലല്ലേ അടിച്ചിട്ട് നമ്മുടെ സൂക്ഷ്മ ശരീര വികസനത്തിലൂടെ വിജൃംഭിക്കും നമ്മൾ. ആ സൂക്ഷ്മ ശരീരം ഇത് എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് എന്താ അനുഭവിക്കുന്നത് എല്ലാവരും പറയില്ലേ, ഓ എന്തൊരു സുഖമായിരുന്നു എന്ന് പറയും. ഇത് തൊഴുത്ത് ഇറങ്ങുമ്പോൾ എന്താ ഈ തൊഴുത്ത് ഇറങ്ങുമ്പോൾ കിട്ടുന്ന സാധനം? അത് ഈ പ്രതിഷ്ഠാകർത്താവിൻ്റെ സൂക്ഷ്മ ശരീരവുമായിട്ടുള്ള നിങ്ങളുടെ സമന്വയം. നിങ്ങൾ സംവദിക്കുകയാണ് എന്താ മനീഷിയുമായിട്ട്. വലിയ മനുഷ്യനാണ് അദ്ദേഹം. ഇവിടെ ഇരിക്കുന്ന ഗുരുവും ബൃഹസ്പതിയും. അതുകൊണ്ടാണ് നിങ്ങൾ പറയണത്, എന്ത് പറയണത്? ക്ഷേത്രത്തിനകത്ത് തുപ്പരുത്, മലമൂത്ര വിസർജനം വരുത്, അശുദ്ധി പാടില്ല, ഭക്ഷണം കഴിക്കരുത്. എന്താ കാര്യം? ഞാനിപ്പോൾ നിങ്ങളുടെ അറിയാം വീട്ടിൽ വന്നു വെച്ചോളൂ. അവിടെ ഒരു 2 വയസ്സുള്ള ഓമന കുഞ്ഞുണ്ടെന്നിരിക്കട്ടെ. ഞാൻ നീണ്ടു നിവർന്ന് കിടക്കുന്നു, എൻ്റെ മേത്ത് കൂടി ആ കുട്ടി ഓടി കളിക്കുന്നു. നിങ്ങൾ ആദ്യം പറയുന്നു, അയ്യോ മോനെ, പോലീസ് മാമനെ മേത്ത് കയറി ചവിട്ടരുത്, സോറി പറയൂ. അപ്പോൾ ഞാൻ പറയുന്നു, സാരമില്ല കളിച്ചോട്ടെ. അപ്പോൾ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ കുട്ടിയെ കളിക്കാൻ വിടുകയാണ്. കുറച്ച് കഴിയുമ്പോൾ കുട്ടി എൻ്റെ മുഖത്ത് തുപ്പുക. അപ്പം നിങ്ങളെന്താ പറയുക? മൂത്രമൊഴിക്കാൻ സമ്മതിക്കുമോ? ഇല്ല. അപ്പം ആ ഒരു ആദരവാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ മഹായോഗിക്ക് കൊടുക്കുന്ന ആദരവാണ് നമ്മൾ ഇതിനകത്ത് വൃത്തിയായിട്ട് നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മതിൽ കെട്ട് കഴിഞ്ഞാൽ ആ ശരീരം അവസാനിച്ചു എന്നാണ് സങ്കല്പം. പുറത്തിറങ്ങി നിങ്ങൾക്ക് എന്തു ആവാം.
പിന്നെ ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ഈ ഗുരുവായൂർ കഴിഞ്ഞാൽ കുറച്ചേറെ വഴിക്ക് നിങ്ങൾ ആ പണി നോക്കണ്ട. ഏതാ വിവരം അറിയും. കാരണം എന്താ, ആ ചൈതന്യം അത്ര കണ്ട് കൂടുതലാണ്. അപ്പം നിങ്ങളിനി ആരെടുത്തെങ്കിലും ചോദിച്ചാൽ, നിങ്ങൾ എന്താണ് ക്ഷേത്രം എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട മറുപടി എന്താണെന്നറിയോ? സ്ഥൂല ശരീരം നന്നാക്കാൻ ജിമ്മ് പോണില്ലേ? ഞങ്ങൾ സൂക്ഷ്മ ശരീരം നന്നാക്കാൻ പോണ ജിമ്മാണ് ക്ഷേത്രം തന്നെ. അത് തന്നെയാണ്. അപ്പം നിങ്ങളെ ആ സൂക്ഷ്മ ശരീരത്തിനെ ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്തോ അതാകുന്നു ക്ഷേത്രം. അങ്ങനെ ഈ സങ്കല്പം, അതിന് ഇനി എന്തിനാ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ ഭഗവാനെ കാണാനൊന്നും പറഞ്ഞു കളയരുതേ. അപ്പോൾ ഉടനെ ഞാൻ തിരിച്ചു ചോദിക്കും, എന്നാൽ ഭഗവാനെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റില്ലേ? നിങ്ങളുടെ ഭഗവാൻ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ? അല്ല, നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ദീപ്തമായി നിൽക്കുന്ന ഭഗവത് രൂപത്തെ വീണ്ടും വീണ്ടും പ്രദീപ്തമാക്കാൻ വേണ്ടി, നമുക്ക് കാണാൻ വേണ്ടി, അറിയാൻ വേണ്ടി ആണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. ആചാര്യനോടൊരു വാക്ക് എത്ര നേരമാണാവോ എനിക്ക് അനുവദിച്ചിട്ടുള്ളത്? 5 മിനിറ്റ് കൂടെ മതിയോ? ആ, ഓ ആയിക്കോട്ടെ. ഓ, ആചാര്യനോട് ഒരു വാക്കുകൂടി. എനിക്ക് ഈ ഒരു വിഷയം പറഞ്ഞാൽ സമയം പോണത് അറിയില്ല. അങ്ങനെ ചെറിയ സൂക്കേട് എനിക്കുണ്ട്. അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരൻ എപ്പോഴും കളിയാക്കാറുള്ളതാണ്, മൈക്ക് കിട്ടിയ കൺട്രോൾ പോകുന്നു. അപ്പോൾ പോലീസിലും ആചാര്യന്മാരുണ്ട് എന്ന് മനസ്സിലായത്. വേദാന്ത ശാസ്ത്രം കടകെട്ടിയാണ്, എളുപ്പമല്ല. ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനിത്തറുണ്ട്. എന്നാൽ അതിൻ്റെ ആഴവും പരപ്പും വളരെയധികം അളന്ന് മനസ്സിലാക്കാൻ സാധിച്ച സുഹൃതിയാണ് ശ്രീജി. അദ്ദേഹം ഗുരുപരമ്പരകളിലൂടെയാണ് കടന്നു വരുന്നത്. വേദാന്തമായ ഉപാസനയുണ്ട്. ആദരണീയനായ മാധവജിയുടെ ഒരു അനുഗ്രഹം, അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിലിരുന്ന് പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു സുഹൃതിയാണ് അദ്ദേഹം. അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അഷ്ടാവക്രയിലൂടെയും അതുപോലെ തന്നെ ആദിശങ്കരാചാര്യസ്വാമികളിലൂടെയും ദക്ഷിണാമൂർത്തിയിലൂടെയും കടന്നുപോയി, ക്ഷേത്രത്തിലൂടെയും അങ്ങനെ കടന്നുപോയി നമ്മളെങ്ങനെ ബ്രഹ്മസായുധ്യം കൈവരും അപ്പോഴേ എത്തിക്കുകയാണ്. ഒരു വലിയ ഭാഗ്യം. എനിക്ക് തന്നിട്ടുള്ള പരിമിതമായ സമയമായതുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം. എനിക്ക് ഇനിയും ഇത്തരത്തിലുള്ള അവസരങ്ങൾ തരണേ എന്നാണ് എന്നോടിപ്പോൾ എന്തോ കീർത്തനം പാടാനൊക്കെ പറഞ്ഞു. ഞാൻ ഗീത ചൊല്ലിക്കോട്ടെ അങ്ങയുടെ അനുവാദത്തോടു കൂടി. ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ മുഴുവൻ ഭഗവത്ഗീതയും ഏതൊക്കെയോ ശ്ലോകങ്ങളൊക്കെയാണ്. കുറച്ച് ആവാം. ന ജായതേ മ്രിയതേ വാ കദാചിത് ന ജായതേ ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോയം പുരാണോ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ അജോ നിത്യ, ജനിക്കാത്തവനാണ്, നിത്യനാണ്, ശാശ്വതോയം. ന ഹന്യത്തെ, ആർക്കും ഹനിക്കാൻ പറ്റില്ല. ഹരിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിന് മാത്രമേ ഹനിക്കുള്ളൂ എന്ന്. വാസാംസി ജീർണാനി യഥാ വിഹായ വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ
തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി അന്യാനി സംയാതി നവാനി ദേഹി. ജീർണിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്ന പോലെയുള്ളൂ ശരീരം. അത് ഇന്നൊരെണ്ണം കളഞ്ഞ് നാളെ വേറൊരെണ്ണം കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ജീവിക്കുന്ന രീതിയിൽ എങ്ങനെയാണോ ജീവിക്കുന്ന ധർമ്മത്തിനനുസരിച്ചല്ലെങ്കിൽ കിട്ടുന്ന ശരീരം എന്തിൻ്റെ ആവുമെന്ന് പറയാൻ പറ്റില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ഇത് റാണി ഝാൻസി മരിക്കുന്നതിന് മുമ്പ് ഉച്ചരിച്ച ശ്ലോകം. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. വാളിന് വെട്ടാൻ പറ്റില്ല, ശസ്ത്രത്തിന് ഇല്ലാതാക്കാൻ പറ്റില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല, മാരുതന് കാറ്റിന് ഇല്ലാതാക്കാനും പറ്റില്ല. ഇനിയും ശ്ലോകം ചൊല്ലാൻ പറഞ്ഞാൽ അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഭഗവാനെ കുറിച്ച് ഒരു 4 വാക്ക്, ശബരിമല ഭഗവാനെ കുറിച്ച് ഒരു 4 വരിയും കൂടി പാടണമെന്ന് എനിക്ക് തോന്നിയിപ്പോൾ. വിരോധമില്ലല്ലോ അല്ലേ? കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ കാൽ തളിരിണ കൈ തൊഴും നിൻ കാൽ തളിരിണ കൈ തൊഴും നിൻ കേശാദിപാദം തൊഴും കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ കാൽ തളിരിണ കൈ തൊഴും നിൻ കാൽ തളിരിണ കൈ തൊഴും നിൻ കേശാദിപാദം തൊഴും കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ. നിരുപമ ഭാഗ്യം നിൻ നിർമാല്യ ദർശനം നിരുപമ ഭാഗ്യം നിൻ നിർമാല്യ ദർശനം നിർവൃതികരം നിൻ നാമസങ്കീർത്തനം അസുലഭ സൗഭാഗ്യം നിൻ വരദാനം അവിടുങ്ങൾക്ക് അഭയം നിൻ സന്നിധാനം അടിയങ്ങൾക്ക് അഭയം നിൻ സന്നിധാനം കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ. ഇനി പാടി ഞാൻ ഇവിടുന്ന് കരയും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം വലിയൊരു നല്ലൊരു അനുഗ്രഹത്തിൻ്റെ അഭിനന്ദനം. അതൊരു കയ്യടിയല്ല, ഇത് ഭഗവാന്റെ അനന്തമായ കാരുണ്യം എന്നും ഉണ്ടാവട്ടെ. ആയുരാരോഗ്യ സൗഖ്യം എന്നും ഭഗവാന്റെ നാമങ്ങൾ പാടാനും തത്വബോധത്തിൽ ആളുകളെ പ്രബുദ്ധരാക്കി അതിൽ ആനന്ദമായി ആസ്വദിച്ചുകൊണ്ട് ലയിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കാനും ആദരണീയനായ കേരളത്തിൻ്റെ അഡീഷണൽ DGP സാറിന് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ഗുരുനാഥനായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ സന്തോഷമുണ്ട് അങ്ങയുടെ സാന്നിധ്യം. പൈതൃക ഗുരുവായൂരിൻ്റെ ഈ ഭാഗവതോത്സവ വേദിയിൽ നമുക്ക് നല്ലൊരു സന്ദേശത്തോടു കൂടിയുള്ള ആധ്യാത്മിക പ്രഭാഷണം നടത്തിയ ശ്രീജിത്ത് സാർ അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഇന്ന് 2 വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആരാധനായ നമുക്ക്
നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഇത് ഇന്ന് 2 വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആരാധനായ നമുക്ക്